രാത്രി 12:30-ക്ക് ശേഷം കേട്ടോ നാളെ ഒരു ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തത്. അത് നസ്ൽഖാൻ്റെ കസിൻസായിട്ടാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ട്രിപ്പ് പകുതി വഴിയിലായപ്പോഴാണ് മൂന്നാറിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ മാറ്റിയത്. വാൾപ്പാറയായിരുന്നു ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാർ പോകാമെന്ന് വൺ ഡേ ട്രിപ്പായിട്ട് മൂന്നാർ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അത് നമ്മൾ പോകുന്ന വഴിക്ക് വിൻഡ്മിൽസൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ആനമലൈ ടൈഗർ റിസർവ്, അതായത് മൂന്നാറിലുള്ള ബോർഡറിലോട്ട് എത്തി. നമ്മളങ്ങനെ ഫോറസ്റ്റ് ഒരു 60 കിലോമീറ്റർ സംതിങ് ഫോറസ്റ്റാണ്, ഉള്ളിലൂടെ നമ്മൾ പോകുക കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം മൂന്നാർ പോകുന്നത്. നഫ്സലക്ക് കുറേ തവണ പോയിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ആ മലകളുടെ ഭംഗിയും അതേപോലെ തന്നെ എന്താ പറയുക ഫോറസ്റ്റിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോണ ദിവസം അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ക്ലൈമറ്റ് ആയിരുന്നു, നല്ല വെയിലായിരുന്നു. നമ്മൾ ആ മറ്റേ ഹെയർ പിന്നൊക്കെ കയറുന്ന സമയം നല്ല വെയിലായിരുന്നു. അങ്ങനെ നമ്മളൊരു 10:30-11 മണിയാകുമ്പോഴത്തേനും നമ്മൾ മുകളിൽ ടോപ്പ് എത്തിയിട്ടാണ്. അത് നമ്മളവിടുത്തെ ഹോട്ടലിൽ ഫുഡ് കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കാണ് പോകുക പ്ലാനിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അങ്ങനെ വണ്ടി കയറിയിട്ട് അങ്ങനെ ഇരുന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ തേയിലത്തോട്ടങ്ങളും അതേപോലെ തന്നെ ആ മലകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ട്രിപ്പ്. പക്ഷേ നമ്മൾ ഒരു പ്ലാനിങ് ഇല്ലാതെ പോയതുകൊണ്ടുള്ള ഒരു ഫോൾട്ടൊക്കെ നമ്മളെല്ലാ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. ആകെ നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്ന മാട്ടുപ്പെട്ടി ഡാം എന്ന് പറഞ്ഞാൽ ഒരു ഡാം വിസിറ്റ് ചെയ്യാൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നുണ്ട്, കുട്ടികളും അതേപോലെ തന്നെ എല്ലാ ആൾക്കാരൊക്കെ ആയിട്ട് കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ലുല്ല ബേബി ആയിട്ടുള്ള ആദ്യത്തെ ലോങ് ട്രിപ്പാട്ടോ മൂന്നാർ. നമ്മളിത്ര ലോങ് ഒന്നും അവളെയും കൊണ്ട് ആദ്യമായിട്ട് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നല്ല ചൂടായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ട് വരാൻ പറ്റി. അങ്ങനെ നമ്മൾ കുതിര ഹോഴ്സ് റൈഡിങ് കണ്ടു, അതേപോലെ തന്നെ മാട്ടുപ്പെട്ടി ഡാം കണ്ടു. വേറെ അങ്ങനെ എല്ലാ സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്തില്ല. നമ്മളിങ്ങനെ പോണ വഴിക്കുള്ള ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ പോകും. എൻ്റെ മോളും നല്ല ഹാപ്പി ആയിരുന്നു, അവൾക്ക് നല്ല ഇഷ്ടപ്പെടുത്തു അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. ഞങ്ങളിങ്ങനെ ഇടയിലിടയിൽ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിർത്തി അതൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത്, മെയിനായിട്ട് ഫോട്ടോസ് ആയിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസ് എടുത്തു, നല്ല രസമുള്ള ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഫുഡ് കഴിച്ചത് നമ്മൾ എന്തായിരുന്നു, ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. നൂഡിൽസും അതേപോലെ തന്നെ ബ്രെഡ് ഓംലേറ്റും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ തിരിച്ച് റിട്ടേൺ വീട്ടിലോട്ട് വരികയായിരുന്നു. അങ്ങനെ നമ്മളൊരു അന്ന് വരുന്ന സമയത്ത് നല്ല മഞ്ഞ് ഉണ്ടായിരുന്നു, മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ഞ് കുറവായിരുന്നു, ഒരു കോട കുറവായിരുന്നു, പക്ഷെ നല്ല മഴ ഉണ്ടായിരുന്നു. നമ്മളൊരു രാത്രി ഒരു 2:30 വീടെത്തി. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.